ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദുആ മജ്ലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് കാരണമായി നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദിവസവും പങ്കെടുക്കുന്ന ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലേക്ക് പല ദുആ വസിയത്ത് നടത്താറുണ്ട്. വെറും നേരം പോക്കിനോ അങ്ങനെയുള്ള ഒരു കാരണത്തിന് വേണ്ടിയല്ല അവര് കമന്റിലൂടെ അറിയിക്കുന്നത്. ആർക്കാണെങ്കിലും പല വിഷയങ്ങളിലായിട്ട് ദുആ, അല്ലാഹുവിനോട് ദുആ കൊണ്ട് ഇരക്കാൻ പല ആവശ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആത്മാർത്ഥമായി ഇൻഷാ അല്ലാഹ് ഈ ദിക്റുകളും സലാത്തുകളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ അതൊക്കെ അല്ലാഹു നടത്തി തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ കമന്റ് കാണുമ്പോൾ ഇത്ര സീരിയസ് ആയിട്ടുള്ള വിഷയം അതവര് നിസാരവൽക്കരിച്ചുകൊണ്ട് അതെല്ലാവരും അറിയിക്കുകയാണ് എന്നാരും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഇന്ന അസുഖമുള്ള പേഷ്യന്റ് ആണ്, ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്, അവർക്ക് രോഗമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ രോഗം ഇത്ര നിസ്സാരമാണെന്നോ അതാരും ഗൗരവം കുറച്ച് കാണരുത്. മറിച്ച് തേടാത്ത വഴികളില്ല എന്നൊക്കെ പറയുന്ന പോലെ എവിടെ ഏത് വഴിയാണോ തുറന്നു കിട്ടുന്നത്, ഏത് മേച്ചിൽപ്പുറമാണോ അവരെ സ്വീകരിക്കുന്നത്, അവരുടെ ദുആ സ്വീകാര്യയോഗ്യമാകാൻ ആരുടെ ആമീനാണ് കാരണമാകുന്നത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മജ്ലിസിൽ ആമീൻ ലഭിക്കാൻ വേണ്ടി ഒരുപാട് മുഅ്മിനീങ്ങൾ കമന്റിലൂടെ അറിയിക്കുന്നവരുണ്ട്. അതൊക്കെ യഥാർത്ഥ ആവശ്യക്കാരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് അല്ലാഹുവിനോട് നമുക്ക് ഇരുന്ന് ചോദിക്കണം. അതിനുള്ള അവസരമാണ് ഈ മജ്ലിസ്. അല്ലാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ദിനരാത്രങ്ങളിലേക്കാണ് നാം കടക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് 25-ാം തീയതി, ജൂൺ മാസം 25-ാം തീയതി ബുധനാഴ്ച. ഗൾഫ് രാജ്യങ്ങളിൽ 29-ാം ദിനമാണ്. ദുൽഹജ്ജ് 29-ാം ദിനം കഴിഞ്ഞ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോടെ ശക്കിന്റെ ദിവസമാണ്. മഗ്രിബോടെ ഇന്ന് പിറ ദൃശ്യമാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുഹറം മാസം സമാഗതമാവുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ. ഇസ്ലാമിക് കലണ്ടർ പ്രകാരം ഹിജ്റ 1447 ഇസ്ലാമിക് കലണ്ടർ പ്രകാരമുള്ള ദിനരാത്രങ്ങൾ, മാസങ്ങൾ കടന്നു വരികയാണ്. അതേസമയത്ത് കേരളത്തിൽ ഇന്ന് ദുൽഹജ്ജ് 28-ാം ദിനമാണ്. ഇന്ന് മഗ്രിബോടെ കടന്നു വരുന്നത് ദുൽഹജ്ജ് 29-ാം രാവാണ്. ദുൽഹജ്ജ് 29-ാം രാവിലേക്കാണ് ഇൻഷാ അല്ലാഹ് കേരളത്തിലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ കടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന പുതുവർഷം എല്ലാവിധ ഖൈറിലും സ്വലാഹിലുമാക്കി തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂറുകണക്കിന് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്നതായ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അതെല്ലാം നടത്തി സാക്ഷാത്കരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റുകൾ ചൊല്ലിയിട്ട് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹുവിനോട് പറഞ്ഞിരുന്നുകൊണ്ട്, എല്ലാ ദോഷങ്ങളും അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരൽപ്പം ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലാം. ഏതാണ് ഇസ്തിഗ്ഫാർ? നമ്മൾ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, ഉന്നതനായ അല്ലാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ, എല്ലാ പാപങ്ങളിൽ നിന്നും അലീമായ ഉന്നതനായ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നു.
വഅതൂബു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു, അല്ലാഹുവിലേക്ക് പാപമോചനം തേടുന്നു. അപ്പൊ നമ്മുടെ വന്നുപോയ സർവദോഷങ്ങളും അല്ലാഹുവിനോട് പാപമോചനം ചെയ്തുകൊണ്ടുള്ള ദുആയാണ് നമ്മൾ ചൊല്ലുന്നത്. അതെല്ലാവരും മനസ്സിൽ ഇതിന്റെ അർത്ഥം കൊണ്ടുവന്നുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലുക. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് വരില്ല. ഇനി അത്തരം തെറ്റുകളിലേക്ക് നമ്മൾ മടങ്ങിപ്പോവില്ല. ഈ ദുൽഹജ്ജ് മാസാവസാനം, വർഷാവസാനം നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലേക്കൊക്കെ ആലോചിക്കുമ്പോ പല പല തെറ്റുകൾ വന്ന പാപികളാണ്, ദോഷികളാണ്, പല സാഹചര്യങ്ങൾ ഉണ്ടായതാണ്. അതൊക്കെ അള്ളാഹു ഓർക്കും നമ്മുടെ ദുആ ആത്മാർത്ഥമാണെങ്കിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ ചെല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി, 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 ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി, ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി, ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ, ഈ പ്രത്യേകിച്ച് മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ, പെങ്ങന്മാർ, ഒരുപാട് മുഅ്മിനാത്തുകൾ അല്ലാഹു പല അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ഷാഫിയാണ്, കാഫിയാണ്, മുആഫിയാണ്. രോഗങ്ങൾ ശിഫയാക്കി പരിപൂർണമായ ആരോഗ്യം നൽകാൻ അല്ലാഹുവിന് എല്ലാവിധ കഴിവുകളും ഉണ്ട്. അതുകൊണ്ട് നാം ആത്മാർത്ഥമായി ആ വിഷയത്തിനു വേണ്ടി നാം ദുആ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ദുആ എന്ന് പറയുന്ന അല്ലാഹുമ്മ ശ്ഫി അംറാലന വ അംറാല മൻ ഔസാന ബിദ്ദുആ യാ ശാഫിയൽ അംറാ, അല്ലാഹുമ്മ ശ്ഫി അംറാലന വ അംറാല മൻ ഔസാന ബിദ്ദുആ യാ ശാഫിയൽ അംറാ. എന്താണ് ഈ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ ശ്ഫി അംറാലന, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ
സർവ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാ. ഇശ്ഫി അംറാദന, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാ. വ അംറാദ മൻ ഔസ്വാനാ ബിദ്ദുആ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുടെയും സർവ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാ. യാ ഷാഫി യാ അല്ലാഹ്, യാ ഷാഫി യാ അല്ലാഹ്, അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വഅംറാദ മൻ ഔസ്വാനാ ബിദ്ദുആ യാ ഷാഫിയൽ അംറാദ്. രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന റബ്ബേ, ഞങ്ങളുടെയും ദുആ വസിയത്ത് നടത്തിയവരുടെയും സർവ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ എന്നുള്ള ഈ ദുആന്റെ അർത്ഥം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാം ഈ ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വഅംറാദ മൻ ഔസ്വാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സർവ്വ ആളുകൾക്കും പരിപൂർണമായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനി നാം ചൊല്ലുന്ന ദുആ എന്ന് പറയുന്നത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. മാതാപിതാക്കളുടെ ജീവിതകാലത്ത് അതുപോലെ തന്നെ മരണശേഷവും ചെയ്യേണ്ടതായ ദുആയാണ്. പല ആളുകളുടെയും മാതാപിതാക്കൾ ഇന്ന് ആറടി മണ്ണിലാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ ദുആ ചെയ്യണം. അതുപോലെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി അവരുടെ കരുണയ്ക്ക് അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നൽകാൻ വേണ്ടി അതിനും നാം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഈ ദുആന്റെ അർത്ഥം എന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇർഹംഹുമാ റബ്ബേ, രണ്ടാളുകൾക്കും നീ കരുണ ചൊരിയണേ റബ്ബേ. രണ്ടാളുകൾക്ക് മാതാവിനും പിതാവിനും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഞങ്ങളെ കുട്ടികളാർന്നപ്പോൾ കുട്ടിത്ത സമയത്ത് കുട്ടിക്കാലത്ത് എങ്ങനെയാണോ അവർ കരുണ ചെയ്തത് അതിലേക്കാൾ ഉപരി നീ അവരിലേക്ക് കരുണ ചൊരിയണേ അല്ലാഹ്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് പരിപാലനം നൽകിയതുപോലെ അവർക്ക് നീ എല്ലാവിധ കാരുണ്യവും ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. ആ ഒരു അർത്ഥം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നാം ചൊല്ലുക റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ.
رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا. ഇൻഷാ അല്ലാഹ് ഇനി നാം ചൊല്ലുന്ന ദിക്ർ എന്ന് പറയുന്നത് ثقيلتان في الميزان حبيبتان إلى الرحمن خفيفتان على اللسان سبحان الله وبحمده سبحان الله العظيم. രണ്ട് ദിക്റുകൾ, ആ രണ്ട് ദിക്റുകൾ സഖീലത്താൻ ഫിൽ മീസാൻ, മീസാൻ എന്നുള്ള തുലാസിൽ അങ്ങ് നാം മരണപ്പെട്ടതിന് ശേഷം മഹ്ശറാവൻ സഭയിലേക്ക് ചെല്ലുമ്പോ ഓരോരുത്തരുടെയും നന്മ തിന്മകൾ തൂക്കും എന്നുള്ള കാര്യം ഓരോ മുഅ്മിനീങ്ങളും വിശ്വസിക്കലിന്റെ കാര്യമാണ്. ആ നന്മ തിന്മ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീസാൻ എന്നുള്ള തുലാസിൽ അവിടുന്ന് നന്മകൾ ഭാരം തൂങ്ങിയാൽ നാം സ്വർഗത്തിലേക്കാണ് കടക്കുക. അപ്പൊ നന്മകൾ ഭാരം തൂങ്ങാൻ സഖീലത്താൻ ഫിൽ മീസാൻ, നല്ല ഭാരം തൂങ്ങുന്ന രണ്ട് ദിക്റുകളുണ്ട്. മീസാനിൽ നല്ല ഭാരം തൂങ്ങുന്ന രണ്ട് ദിക്റുകൾ, അത് ഖഫീഫത്താനി അലൽ ലിസാൻ, നാവ് വളരെ സിമ്പിൾ ആയിട്ട് നാവ് കൊണ്ട് ചൊല്ലാൻ കഴിയും. ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമുള്ള ദിക്റാണ്. ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ രണ്ട് ദിക്ർ, ഈ രണ്ട് വാക്കുകൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ ആ ഒരു ദിക്റാണ് ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിന്റെ മഹത്വത്തെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. വബിഹംദിഹി, എന്തിനോടൊപ്പം? അല്ലാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം, ഉന്നതനായ അല്ലാഹുവിനെ വീണ്ടും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, അവനെ വീണ്ടും സ്തുതിക്കുന്നതിനോടൊപ്പം ഹംദ് ചെയ്യുന്നതിനോടൊപ്പം അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പാപമോചനം തേടുന്നു എന്നുള്ള ഈ ദിക്റാണ് നാം ചൊല്ലുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സലാമാണ്. ഇൻഷാ അല്ലാഹ് നാം ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ മേൽ, അള്ളാഹു ഇന്നയാളുടെ മേൽ ഗുണം ചെയ്യട്ടെ എന്ന് അള്ളാഹു നമുക്ക് ഗുണം ചൊരിയും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ പേരിൽ 10 ഒരു തവണ നബിക്ക് വേണ്ടി നാം സ്വലാത്തില്ല, നമുക്ക് അള്ളാഹു 10 ഗുണങ്ങൾ ചെയ്യും. അപ്പൊ ആ ഒരു സ്വലാത്താണ് നാം ചൊല്ലുന്നത്. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ താഹ റസൂലില്ലാഹ്
സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കോ, ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോ. ഇൻഷാ അല്ലാഹ് ഇതുകൊണ്ട് നമുക്ക് വലിയ നേട്ടമുണ്ടാവും. സ്വലാത്ത് ചൊല്ലി 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 അവസാനം ആ പുണ്യമായ മദീനയിലേക്ക് അല്ലാഹു നമുക്ക് എത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി നാം എന്നും സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് പുണ്യ മദീനയിൽ എത്താൻ അല്ലാഹു നമുക്ക് വഴികൾ തുറക്കും, തൗഫീഖ് നൽകും. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മണ്ണിൽ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് പല ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, അടുത്ത ആളുകൾ, കൂട്ടുകാരൊക്കെ ആ മണ്ണിലേക്ക് എത്തി നമുക്ക് എത്തണം. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായ ആഗ്രഹം നമുക്ക് വേണം. അപ്പൊ ഈ സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് എല്ലാം സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നാം ചൊല്ലുന്ന അവസാനത്തെ ദിക്ർ എന്ന് പറയുന്നത് ആ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ കുട്ടികളെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന ബൈത്താണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ ബൈത്താണ്. പല ആളുകളും വിചാരിച്ച താരാട്ട് പാട്ട് പാടി ഉറക്കാൻ മാത്രമുള്ളതാണെന്ന്. അങ്ങനെയല്ല, ഇത് വളരെ അർത്ഥവത്തായ, നമുക്ക് നല്ല തവക്കുല് നൽകുന്ന, അള്ളാഹുവിന്റെ മേൽ എല്ലാ വിഷയങ്ങളും ഭരമേൽപ്പിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ഇത് നൽകുന്നത്. ഹസ്ബി റബ്ബി, എനിക്ക് എന്റെ റബ്ബ് മതി, ജല്ലല്ലാഹ് ഉന്നതനായ എന്റെ റബ്ബ് മതി എനിക്ക്. മാഫി ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല. മാഫി ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിൽ അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലാഹ് മാത്രമേ ഉള്ളൂ. ആ റബ്ബ് എനിക്ക് മതി. നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഈ ഒരു ബൈത്താണ് നാം ചൊല്ലുന്നത്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചൊല്ലിയതായ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, സൂറത്തുകൾ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 100 കണക്കിന് പ്രയാസങ്ങൾ, പ്രതിസന്ധികളുള്ള മുഅ്മിനീങ്ങൾ പങ്കെടുത്ത മജ്ലിസാണ് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ദുആഇനെ നീ ഞങ്ങൾ കബൂലാക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെയും ഈ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് എന്നും ഉള്ള ഒരു അഭയമായ കേന്ദ്രമാണ്, ഒരു അഭയസ്ഥാനമാണ് ഈ ദുആ മജ്ലിസ് എന്ന്. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായ ദുആ ആമീൻ പറയുക. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് بالقلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الرحيم കരുണക്കടലായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഓതിയതായ ചൊല്ലിയതായ മുഴുവൻ അദ്കാർ സൂറത്തുകളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് മലികുൽ ഹിന്ദ് ഹാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇലാ ഹദറത്തി ഖുത്ബുസ് സമാൻ السيد علي المنفرمي قدس الله سره العزيز وإلى حضرة قطب العالم سيد ولي الله المعلوري قدس الله سره العزيز. ഇങ്ങനെ തുടങ്ങിയ എല്ലാ മഹാന്മാരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ മദദ് നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. റബ്ബേ, ഓതിയതായ സൂറത്തുകൾ മുൻനിർത്തി, ചൊല്ലിയതായ ദിക്റുകൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. ഞങ്ങളുടെ കഴിഞ്ഞ കാല ഇന്നലകളിൽ വന്നുപോയ മുഴുവൻ ചെറുതും വലുതുമായ ദോഷങ്ങളെ നീ പൊറുത്തു മാഫാക്കണേ അല്ലാഹ്. എല്ലാ രഹസ്യവും പരസ്യവും ഗൗരവവും വിശാലവും തെളിച്ചത്തും വെളിച്ചത്തും ചെയ്തതായ എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളെയും പൊറുത്ത് സന്തോഷത്തോടെ വരാനിരിക്കുന്ന വർഷത്തെ വരവേൽക്കുവാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്. 100 കണക്കിന് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ റബ്ബേ, നീറുന്ന വിഷമങ്ങൾ, റബ്ബേ നീറുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ട്, വേദനകൾ സഹിച്ചുകൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നു അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് അല്ലാഹ്. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, റബ്ബേ, അങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങളുള്ള, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും സർവ്വ രോഗങ്ങളെയും നീ
ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. യാ ഷാഫി അല്ലാ, യാ കാഫി അല്ലാ, യാ മാഫി അല്ലാ. പരിപൂർണമായ ആരോഗ്യം തിരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മക്കളെ എല്ലാ സാലിഹീങ്ങൾ ആശിഖീങ്ങളിൽ ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാവിധ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. എല്ലാവിധ സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് ആയിനീങ്ങളുടെ അയിനിൽ നിന്ന് മാക്രീങ്ങളുടെ മക്കളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. നിന്റെ പരിപൂർണമായ ഹിഫ്ള് സംരക്ഷണം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ കാരണവന്മാരുടെ ഹദറത്തിലേക്ക് ഓതിയതായ ചൊല്ലിയതായ ദിക്റ് സലാത്തുകളുടെ എല്ലാ മിസ്ൽ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനെ. ഇനിയും ഇത്തരത്തിലുള്ള ആത്മീയമായ സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള ആഫിയത്ത് ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ ആരോഗ്യം സഹിക്കുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാ. പെട്ടെന്ന് നിന്നിലേക്ക് വിളിക്കുന്ന അവസ്ഥകളിൽ രോഗങ്ങൾ നൽകല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാവിധ സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാ. നീ നൽകിയതായ സർവാനുഗ്രഹങ്ങളെയും നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉസ്താദന്മാര്, ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, ഗുരുനാഥന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇന്ന് അവരിൽ പലരും മാറടി മണ്ണിലാണ് റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും റാഹത്തോടെയും ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ശുദ്ധമായ മുഹറം മാസം വരുമ്പോൾ സന്തോഷത്തോടെ വരവേൽക്കാൻ റബ്ബേ, പുതിയ വർഷത്തിലേക്ക് സർവദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായ രീതിയിൽ സംശുദ്ധമായ ജീവിതം നയിക്കാൻ തയ്യാറായി നല്ല ഉറച്ച തീരുമാനത്തോടെ നിന്റെ എല്ലാവിധ സംരക്ഷണങ്ങളും നിന്റെ എല്ലാവിധ സഹായങ്ങൾ കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം നൽകണേ അല്ലാ. പ്രതീക്ഷയുടെ മുഹറമാക്കണേ അല്ലാ, പ്രതീക്ഷയുടെ പുതുവർഷാക്കണേ അല്ലാ. എല്ലാവിധ ഖൈറിന്റെയും സലാഹിന്റെയും അവസരങ്ങൾ നീ നിലനിർത്തി പുതിയ പുതിയ ഖൈറാത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണേ അല്ലാ. എല്ലാ ശർറുകളെയും നീ ഞങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. غفرانك ربنا وإليك المصير. ودعواهم فيها سبحانك اللهم، تحيتهم فيها سلام، وآخر دعواهم أن الحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാല്ലാഹ് ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാഹ് അടുത്ത ദിവസത്തെ മജ്ലിസിലും എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.